നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നന്നായി ഉറങ്ങാനുള്ള മരുന്ന് ലോകത്ത് കിട്ടും. ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ, ഒരാൾക്ക് ഉറക്ക് കിട്ടുന്നില്ല എങ്കിൽ നന്നായി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരുപാട് ഗുളികകളും മരുന്നൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും, അല്ലേ? സ്ലീപ്പിംഗ് പിൽസുകൾ വാങ്ങാൻ കിട്ടും. അത് കഴിച്ചാൽ ഒരാൾക്ക് വളരെ ഗാഠമായി ഉറങ്ങാനും കഴിയും. ഡെപ്തുള്ള ഉറക്ക് കിട്ടും. ലോകത്ത് നടക്കുന്ന ഒന്നും നമ്മൾ അറിയില്ല, അത്രയും ശാന്തമായി ഗാഠമായി ഉറങ്ങാൻ കഴിയും. മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യന്മാർ കേട്ടോ. മരുന്ന് കഴിച്ചാൽ മാത്രം ഉറക്കം കിട്ടുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഈ ലോകത്തെന്നറിയോ? മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നെഞ്ചിൽ കൈവച്ച് പഠിച്ചവനോട് നന്ദി പറഞ്ഞോളൂ. അതൊരു ചെറിയ കാര്യമേ അല്ല. ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ നന്നായി ഉറങ്ങാനുള്ള പിൽസൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നുകളുണ്ടോ? ഗാഠമായി ഉറങ്ങാൻ ലോകത്ത് മരുന്നുണ്ട്, ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നില്ല. ശരിക്കും ശാന്തമായി ഉണരുക എന്നുള്ളതല്ലേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു ദിവസം തുടങ്ങുകയാണ്, മറ്റേതൊരു ദിവസം അവസാനിക്കുകയാണ്. ക്ഷീണം ഉണ്ടാവും സ്വാഭാവികമായിട്ട്, നമ്മൾ ഉറങ്ങിന്നൊക്കെ വരാം, കുറച്ച് വൈകിയാലും. പക്ഷെ ശാന്തമായി ഉണരുക എന്നുള്ളത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നുന്നു. കാരണം അതിന് മരുന്നില്ല. മറ്റത് വേണമെങ്കിലും മരുന്നൊക്കെ കിട്ടില്ലേ? ശാന്തമായി ഉണരാൻ മരുന്നില്ല. ശാന്തമായി ഉണരാൻ മരുന്നില്ല. ഉണർന്നു കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഉണ്ടാവുന്ന ശാന്തതയ്ക്ക് മരുന്നില്ല. ഞാൻ ഉണർന്നു കഴിയുമ്പോഴേ, ഈ രാവിലെ ഉണരുമ്പോഴാണ് നമ്മൾ ഏറ്റവും വീക്കാവുക. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏറ്റവും വീക്കാവുന്ന സമയമാണ്. ഇമോഷണലി ഒക്കെ ഭയങ്കര വീക്കാവുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് ന്യൂസ് വായിക്കരുത്, സോഷ്യൽ മീഡിയ കാണരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കുറച്ചുകൂടെ നെഗറ്റീവായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത കണ്ടാൽ നമ്മൾ അല്ലാത്ത സമയത്ത് തകരുന്നതിനേക്കാൾ, മനസ്സ് വിഷമിക്കുന്നതിനേക്കാൾ വിഷമിക്കും. അതുകൊണ്ട് നെഗറ്റീവായ ഒരു സംഗതിയും വരാൻ സാധ്യതയുള്ള ഒന്നിലേക്കും മനഃപൂർവ്വം പോകരുത്. എന്തെങ്കിലും നമ്മളെ പോസിറ്റീവാക്കുന്ന കാര്യങ്ങൾ രാവിലെ ഉണരുന്ന സമയത്ത് കാണാനും പറയാനും, അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും ഒക്കെ ശ്രമിക്കാൻ പാടും. ഒരു മരണവാർത്ത ഉണ്ടെങ്കിൽ പോലും ഒരാൾ ഉണർന്ന ഉടനെ അത് പറയരുത്. അയാൾ കുറച്ചൊന്ന് ഉണർന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അയാൾക്ക് അയാളുടെ ഇമോഷണലി കുറച്ചൊന്ന് ഫിറ്റാകുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ പാടും. പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? ഇതാണ് പ്രശ്നം. ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തത കിട്ടാനുള്ള മരുന്ന് എന്താണ്? എനിക്ക് 4 മരുന്നുകളാണ് കിട്ടിയത്. നിങ്ങളോട് അത് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. കുറച്ച് സമയം ഞാൻ എടുക്കുള്ളൂ, കുറച്ച് സമയം. ഈ 4 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ പഠിച്ച 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കണ്ടൻമെന്റ് ആണ്. കണ്ടൻമെന്റ് എന്താ? കണ്ടൻമെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ, നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരെ, നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ആർക്കാണോ സ്വീകരിക്കാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ മാത്രമേ ഒരു ഇന്നർ പീസ് അനുഭവിക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അല്ലേ? അസംതൃപ്തി എവിടെയാണോ മനുഷ്യനുണ്ടാവണത് അവർക്ക് എന്താ നഷ്ടപ്പെടുക? സമാധാനം നഷ്ടപ്പെടുക. അതിങ്ങനെ എണ്ണി നോക്കിയാൽ ഏറ്റവും സൂക്ഷ്മമായ കാര്യമടക്കം ഏറ്റവും വലിയ കാര്യത്തിലേക്ക് വരെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സംതൃപ്തിയാണ്. ഇപ്പൊ ചില ആളുകൾ പറയില്ലേ,
എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നു. ഞാൻ എന്തും കഴിക്കും എന്നൊക്കെ പറയില്ലേ, ചില ആളുകൾ അങ്ങനെ പറയില്ലേ, ഞാൻ എന്തും കഴിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായിട്ട് മാറണം ആലോചിച്ചു. അയാൾ എത്ര ഈശ്വരനോട് പഠിച്ചവനോട് എത്ര നന്ദിയുള്ളൊരു മനുഷ്യനായിരിക്കണം അല്ലേ. ഞാനെല്ലാം കഴിക്കുമെന്ന് പറയുമ്പോഴേ, കാരണം ഒരാൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം വേറൊരാൾക്ക് ടോണിക് ആയിരിക്കും, ഒരാൾക്ക് ടോണിക് ആയ കാര്യം വേറൊരാൾക്ക് ടോക്സിക് ആയിരിക്കും. നിങ്ങൾ കഴിക്കുന്ന സാധനം ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല, എൻ്റെ ശരീരത്തിന് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് പറയാം ഞാനെല്ലാം കഴിക്കും എന്ന് പറയുമ്പോൾ പോലും ഒരാളുടെ ഉള്ളിൽ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകനുണ്ട്, നൂഹ് പ്രവാചകൻ അല്ലെ, നോഹ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചവൻ എന്താ പറഞ്ഞതെന്നറിയാം? നോഹ പ്രവാചകൻ, നോഹയുടെ പെട്ടകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബൈബിളിലുണ്ട് നോഹയുടെ പെട്ടകം. കപ്പല് കണ്ടുപിടിച്ച ആളാണ്, ദൈവകൽപ്പനയാൽ കപ്പല് നിർമ്മിച്ച ആളാണ്. ഈ നൂഹ് നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പേരെന്താണെന്നറിയാം? അദ്ദേഹം നന്ദിയുള്ള അടിമയാണ്, അബ്ദൻ ഷക്കൂർ എന്നാണ്, നന്ദിയുള്ള അടിമയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഖുർആൻ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? അതിന്റെ കാരണം അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പടച്ചോനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, നന്ദി പറയും. ഭക്ഷണത്തിന്റെ പേരിൽ അത്രയേറെ നന്ദി കാണിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പടച്ചോൻ അദ്ദേഹത്തെ വിളിച്ച പേര് പോലും എന്താണ്? അബ്ദൻ ഷക്കൂർ, നന്ദിയുള്ള അടിമ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ഒരു സംശയവും വേണ്ട, ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. ഈ നന്ദിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കണ്ടന്റ്മെന്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് എന്താണോ ഉള്ളത് അതില് എൻ്റെ ഉള്ളില് കണ്ടന്റ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനോട് ആദ്യം എനിക്ക് ഉണ്ടാവേണ്ടത് നന്ദിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദുബൈയിലാണ്, സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാ. അവന് കുറേ കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെന്താ പേരിട്ടത് എന്നറിയോ? ആ മോൾക്കിട്ട പേരെന്താണെന്നറിയോ? ദുആ ലയാൽ. ദുആ ലയാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? എത്രയോ രാവുകളിലെ പ്രാർത്ഥനയാണ്. ഒരായുസ് മുഴുവനും ആ കുഞ്ഞിനെ നൽകിയവനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഒത്തിരി പേരാ അല്ലേ? എന്താണ്? ദുആ ലയാൽ, എത്രയോ രാത്രികളിലെ പ്രാർത്ഥന. ആ കുഞ്ഞിന്റെ ചിരി കാണുമ്പോഴൊക്കെയും, ആ കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുമ്പോഴൊക്കെയും അതൊരു ദൈവസ്തുതിയായി മാറുകയാണ്. ദുആ ലയാൽ, എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ്. ബൈബിളില് ജോസഫ് എന്നും വിശുദ്ധ ഖുർആനില് യൂസുഫ് എന്നും പറയുന്നൊരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തോടുള്ള അസൂയ കാരണം കൊല്ലാൻ വേണ്ടിയിട്ട് ഒട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാണ്. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല, അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ഈജിപ്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. ഈ യൂസുഫ് എന്ന പ്രവാചകന് പിന്നീടൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനിട്ടൊരു പേരുണ്ട്. ഈ പേര് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചതാണ് കേട്ടോ. എന്താ പേരെന്നറിയോ? ആ കുഞ്ഞിന് അദ്ദേഹം ഇട്ട പേരായിരുന്നു മനാസേ. മനാസേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാം മറക്കുക. കാരണം ഈ കുട്ടി വലിയ കുട്ടിയാവും. ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ നാട്ടുകാർ ഈ കുട്ടിയോട് വന്നിട്ട് പറയും, നിന്റെ മൂത്താപ്പയൊക്കെ നിനക്കറിയോ, നിന്റെ ഇച്ചാപ്പയൊക്കെ നിനക്കറിയോ? ആരാന്നറിയോ? നിന്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളാ, നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളാ. കൊല്ലാൻ വേണ്ടിയിട്ടേ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാ. അവരോട് പകരം ചെയ്യണം, പ്രതികാരം ചെയ്യണമെന്ന് ആരെങ്കിലും ഈ കുട്ടിയോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്ന് ആ കുട്ടിയുടെ പേരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. സാരില്ലടാ പോട്ടെ അല്ലേ, മനാസ, സാരില്ലടാ പോട്ടെ.
ദുആ ലയാൽ. എത്രയോ രാത്രികളിൽ പ്രാർത്ഥന. നമ്മൾ മുമ്പ് എവിടെയോ പറഞ്ഞിരുന്നു, മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെ കുറിച്ച്, സിനിമാ നടനാണ്. അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട്, അച്ഛനെ കുറിച്ച് ചോദിച്ചു. അച്ഛനെ കുറിച്ച് വളരെ ആവേശത്തോടെ ആൾ മറുപടി പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയിൽ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ്. ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല. കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ്. അപ്പൊ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആള് സംസാരിച്ചു. അമ്മയെക്കുറിച്ച് ചോദിച്ചു, അമ്മയെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ അവന്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു. ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ കരഞ്ഞുപോയി. ഇവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇവന്റെ ചങ്കിടറി. ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ്, അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. അവനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു. ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയത്. ആ സമയത്ത് ഇവന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇവന്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം, ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ. ആ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി 4,000 രൂപ വെച്ചു കൊടുക്കും. 4,000 രൂപ. അത് മതി, എമ്പാടും അത് മതി. അതാരായിരുന്നറിയോ? ഇവന്റെ ഈ ചേട്ടൻ. പക്ഷെ ചേട്ടൻ അന്ന് എത്രയായിരുന്നു ശമ്പളം എന്നറിയോ? 9,000 രൂപ. ആകെ 9,000 രൂപ കിട്ടുന്ന ഒരാള് 4,000 രൂപ സ്വന്തം അനുജന്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ 4,000 രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത്. കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ 4,000ന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതെല്ലാവർക്കും ഉണ്ടാവില്ല. ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കലാണ് ജീവിതത്തിന്റെ മഹത്വം. ടോവിനോ തോമസ് എന്ന സമീപകാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ചലച്ചിത്ര നടനാണ്. അയാളെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഇതാണ്. കാരണം ഒരാളുടെ മഹത്വം അടയാളപ്പെടുത്തുന്നത് അയാൾ ആരൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതല്ല, ആരൊക്കെ ആയി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കരുത്. ഇപ്പൊ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഞാനിങ്ങനെ മൈക്ക് പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട്. അവരൊന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അവരെ മറക്കാൻ പറ്റൂല. എന്നെ ഞാനാക്കിയ മനുഷ്യന്മാരെ ഈ ആയുസിന്റെ അവസാനത്തെ നിമിഷത്തിൽ എന്റെ ഉള്ളിൽ ഉറവയായി അവരിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ചില വേരുകളെ ഒരാൾ മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് എന്താണോ ഉള്ളത് അതിലൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോഴേ, പഠിച്ചവനോടും മനുഷ്യന്മാരോടും എല്ലാവരോടും നമ്മുടെ ഉള്ളിലൊരു നന്ദി ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉള്ളതിലൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ? എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ആസ്വദിക്കുന്നവരില്ലേ? എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തിൽ. അവർക്ക് ഈ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ ഉണ്ട്. അവൻ എന്നോട് പറഞ്ഞതാണ്, പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും. അറബികൾ ഹോട്ടലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പേടിയാണ് മലയാളികൾക്ക്. കാരണം ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ്.
അവർക്ക് എരിവ് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ദേഷ്യപ്പെടും, ഭക്ഷണമൊക്കെ എടുത്തുവിട്ട് വലിച്ചെറിയും. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. പക്ഷേ ഇപ്പം അതില്ല എന്ന് പറഞ്ഞു. ഇപ്പം അറബികൾ വന്നാൽ വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകും. എന്താ കാരണം എന്നറിയോ? കാരണം പറഞ്ഞപ്പോഴേ രസം. എന്താ? അവരിത് ആസ്വദിക്കുന്നില്ല, അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നോലുമില്ല. പിന്നെ ഇതിനെ കച്ചറ ഉണ്ടാക്കുന്നത് നമ്മളോ? ഏകദേശം ഇതേപോലെ തന്നെയല്ലേ? നമ്മളെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മളെന്ന് അറിയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്. കാരണം എൻ്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റില്ല. സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്നൊരു തെറ്റാണത്. നമ്മളില്ല. എൻ്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ന് പറയാം, ഞാൻ ചെയ്യുന്നു എന്ന് പറയും, നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ്, കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ? ശരിയല്ലേ? അതിൻ്റെ രുചിയൊക്കെ ആസ്വദിച്ച് ഒരാൾ കഴിക്കുക എന്നുള്ളതാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവണം നന്ദി. എൻ്റെ ഒരു ഗുരു ഉണ്ട്, സമാധിയായി. ആള് സന്യാസിയായിരുന്നു, സ്വാമിജിയായിരുന്നു, തിരുവില്ലാമലയിലായിരുന്നു. സ്വാമി നിർമ്മലാനന്ദ ഗിരി മഹാരാജ് എന്നായിരുന്നു പേര്. സ്വാമിജി സമാധിയായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. വെറുതെ ഇങ്ങനെ പോയി ഇരുന്നാൽ മതി കുറച്ചു നേരം, അങ്ങനത്തെ ഒരു സാന്നിധ്യമായിരുന്നു. സ്വാമിജി പറയും, ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ പോലും ആ ഹോട്ടലിൻ്റെ ആളില്ലേ, ഉടമസ്ഥനില്ലേ, ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളില്ലേ, പറ്റെങ്കിൽ അവരോടൊക്കെ കണ്ടിട്ടൊന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിലൊന്ന് നമസ്കരിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ ഒന്ന് നന്ദി പറയണം എന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന്മാർ, നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര മനുഷ്യന്മാരുണ്ട്, നമുക്ക് വേണ്ടി വസ്ത്രം ഉണ്ടാക്കിയ എത്ര മനുഷ്യന്മാർ. നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു. എണ്ണ തീരോ? ഇതിൻ്റെയൊക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മുടെ അഹങ്കാരത്തിൻ്റെ മിനാരങ്ങളൊക്കെ, അഹങ്കാരത്തിൻ്റെ വലിയ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത്. അഹങ്കാരം വേണം. ഭൂമിയോളം താഴെ ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹത്വം. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടമാണ്, വയലാണ്, കിഴക്കേപ്പുറം എന്നാണ് അവിടെ പറയുക. അപ്പോൾ കിഴക്കേപ്പുറം വയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പോകുമ്പോൾ ഉമ്മ പറയും, കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ടാവും, എന്നാലും ഉമ്മ പറയും കാക്കക്ക് നോക്കണേ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായി കാക്ക എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കാക്കയെ നോക്കണമെന്ന് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു. ഉമ്മ ഉദ്ദേശം എന്താണെന്ന് അറിയോ? കാൽക്കൾക്ക് നോക്കണേ എന്നാണ്. അതിൽ ലേ വിട്ട് കേൾക്കില്ല, കാക്കക്ക് നോക്കണേ എന്നാണ്. അന്ന് ഉമ്മ പറഞ്ഞത് ചെറിയൊരർത്ഥേ അതിനുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ വിപുലമായ അർത്ഥം എന്താണ്. വമ്പൻ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മഹാസദസ്സുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എടാ കാക്കക്ക് നോക്കണേ, കാക്കക്ക് നോക്കണേ. എപ്പോഴാണ് ഒരാൾക്ക് ഉറുമ്പിനെ പോലെ തല താഴ്ന്ന് വിനയമുണ്ടാകുന്നത്? എപ്പോഴാണ്? അയാൾക്ക് ചിലതൊന്നും മറക്കാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡിക്ഷണറി ഉണ്ട്, മലയാള ഭാഷയുടെ ഡിക്ഷണറി കേട്ടോ. ശബ്ദ താരാവലി എന്നാണ് അതിൻ്റെ പേര്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വലിയ പുസ്തകം, 8,000-ഓളം പേജുണ്ട്. 8,000 അല്ല, 1,000-ഓളം പേജുകൾ, 1,000-ഓളം പേജുകളുള്ള വലിയ കട്ടിയുള്ളൊരു പുസ്തകം. ഒരാൾ 23 കൊല്ലത്തിലേറെ അധ്വാനിച്ച് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയേറെ മനുഷ്യന്മാർ എത്ര കാലമാണോ കഷ്ടപ്പെട്ടത്,
അത്രയും കാലം ഒരാൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ശബ്ദതാരാവലി. വല്ലാത്തൊരു പുസ്തകം കേട്ടോ. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട്. സുഖം, ആ വാക്കിൻ്റെ അർത്ഥമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിൻ്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണേ. സുഖം. പക്ഷെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ലളിതം എന്നുള്ള വാക്ക് കേട്ടോ. എന്താണ് ലളിതം? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? സുന്ദരം. എന്താണ്? വല്ല ബന്ധമുണ്ടോ അതിന്? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത കുറച്ച് അർത്ഥങ്ങളുണ്ട്, 3-4 അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം എന്താണ്? സുന്ദരം, ബ്യൂട്ടിഫുൾ. കാരണം എന്താണെന്നറിയോ? ലളിതമായതൊക്കെ സുന്ദരമാണ്. ഭംഗിയുള്ളൊരു ചെറിയ വീട് വലിയ കൊട്ടാരത്തേക്കാൾ ഭംഗി അല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാത്ഭുതം എന്ന് പറയുന്നത് താജ്മഹൽ അല്ല എന്ന് ഗുജറാത്തിലെ വാർധ എന്ന ചെറിയ ഒരു നാട്ടിലെ ചെറിയൊരു ആശ്രമം പോയി കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഗാന്ധിജിയുടെ വാർധ ആശ്രമം. അവിടെ പോയി നോക്കിയാലേ ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ വീട് കണ്ടാലറിയാം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല എന്നും ഗാന്ധിജിയുടെ വാർധയിലെ ആശ്രമമാണ്. മുഹമ്മദ് നബിയുടെ വീടിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആ വീട്ടിലുണ്ടായുള്ള ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് കിട്ടിയത് 30-ൽ കുറച്ച് സാധനങ്ങൾ, 30-ൽ താഴെ ആകെ ഉണ്ടായിരുന്നതേ 30-ൽ താഴെ സാധനം. പക്ഷെ അങ്ങനെ ജീവിക്കണം എന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ജീവിക്കണമെന്നൊന്നും പറഞ്ഞില്ല, എവിടെയും പറഞ്ഞില്ല. അങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്മാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗാന്ധിജി രാഷ്ട്രപതിയാകുന്നായിരുന്നു. രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. പക്ഷെ അത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്റെ പേരായിരുന്നു ഗാന്ധിജി. കാരണം അവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. അത് ദാരിദ്ര്യം അനുഭവിച്ചവർക്കൊക്കെ അറിയാം. കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യം ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പാക്ക് ഏറ്റവും വിഷമമുള്ള കാലത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് ദാരിദ്ര്യത്തിൻ്റെ മഹത്വം എന്തായിരുന്നു. ലളിതം എന്നുള്ള വാക്കിന് ശബ്ദധാരാവലി കൊടുത്ത അർത്ഥങ്ങളിൽ ഒന്ന് എന്താണ്? സുന്ദരം. കാരണം എന്താണ്? ലളിതമായതൊക്കെ സുന്ദരം. അഹങ്കാരമുള്ള വാക്കുകളും വെച്ചുകെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക. അവരെ നമുക്ക് മടുക്കും. വെച്ചുകെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല, നമ്മുടെ ആൽബത്തിൽ അവരില്ല. എന്നാൽ ചില മനുഷ്യന്മാര് നമ്മൾ മറക്കൂല അവരെ. എന്താ കാരണം? അവരുടെ ലാളിത്യം, പെരുമാറ്റത്തിലെ ലാളിത്യമാണ് കേട്ടോ ഉദ്ദേശം. ജീവിതം ഓരോരുത്തരും സൗകര്യമുള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഒരു പോകില്ല അല്ലേ? നമ്മളെടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ? ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യുള്ളൂ അല്ലേ? കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ. എത്രയേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിലില്ലാത്ത ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള 1000 ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറേറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ. ഫേവറേറ്റ് ആക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസാണെന്നല്ലോ ചോദിക്കും അല്ലേ? ഇതേപോലെ മനുഷ്യന്മാർ, നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്
എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് കയറുള്ളൂ. എത്ര മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ ഏറ്റവും നല്ല ടീച്ചറെ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത്. 1-2 ആളുകളാണ് ഓർമ്മ വരുന്നത്. 100-200 ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഡിഗ്രിയും PGയും PhD ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്നാലോ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല. അതാണ് അതിൻ്റെ രഹസ്യം. നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ? നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ അവരെ നമ്മൾ മറക്കും. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ അവരെ നമ്മൾ മറക്കും. രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട്, ഒരു മാഷാണ്. ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇത് കൊടുവള്ളി അല്ലേ? ഇവിടെ ഇല്ലല്ലോ ആള് ഇല്ലേ? അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. മാഷ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് ഉണ്ടോ? ഈ മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട്. എല്ലാ ദിവസവും വൈകിയാണ് അവൻ വരുന്നത്. മാഷിക്ക് അവനോട് ചെറിയൊരു താല്പര്യക്കുറവുണ്ടാവാൻ തുടങ്ങി. കാരണം ഇവന് മാഷിനെ അപമാനിക്കുന്നത് പോലെ. മാഷ് കുറേ നേരമായിട്ട് ക്ലാസ്സിലുണ്ട്, എന്നിട്ട് ഇവൻ വരുന്നില്ല. ഇവൻ കുറേ വൈകിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൻ വൈകി വന്നപ്പോൾ മാഷിക്ക് പെട്ടെന്നുണ്ടായൊരു ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു. സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട്. ഈ അടി പക്ഷെ കുറച്ച് വല്ലാതെ ഊക്കധികമായി എന്ന് മാത്രമല്ല, ഇവൻ്റെ നഖമില്ലേ, ഇവൻ്റെ നഖം ഇങ്ങനെ തെറിച്ചുപോയി, ഇങ്ങനെ അറ്റു തൂങ്ങി. അടി കൃത്യമായി കൊണ്ടത് ഇവൻ്റെ നഖത്തിലാണ്. ഇവിടെ ഇങ്ങനെ അറ്റു തൂങ്ങി. ഇവനിങ്ങനെ കരയാൻ തുടങ്ങി, ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. മാഷ് പേടിച്ചു. മാഷ് വണ്ടി വിളിക്കുന്നു, ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇവൻ്റെ കൈയൊക്കെ കെട്ടുന്നു, അതിനുവേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മാഷ് ഇവനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വീട്ടിലേക്ക് എത്തുന്നു. വാതിൽ തുറക്കാൻ പോലും അവിടെ ആരുമില്ല. ഇവൻ തന്നെ വാതിൽ തുറക്കുന്നത്. ജനലിലൂടെ ഒക്കെ കൈയിട്ടിട്ടായിരിക്കും തുറക്കുന്നത്. അങ്ങനെ തുറന്ന് മാഷോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇവൻ ഇതുവരെ മാഷോടൊന്നും പറഞ്ഞില്ല, ഒരു പരാതി പറഞ്ഞില്ല, എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല, എനിക്ക് വേദനയുണ്ട് എന്ന് പോലും ഇവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ മാഷ് കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ്. ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത, ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മയാണ്. ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ്, ഈ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഒരു പശുവുണ്ട്, അതിനെ കറന്നെടുത്ത് അതിൻ്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ, ചിലപ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി. ഒരു സ്കെയിൽ വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ പറ്റില്ല എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി. എല്ലാ കുട്ടികൾക്കും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും, പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് മാഷക്ക് അന്ന് കിട്ടിയൊരു വെളിച്ചം. ആ മാഷ ഈ കുട്ടി മറക്കില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവള് ബേപ്പൂരാ വീട്. ബേപ്പൂരിൽ നിന്ന് പയ്യന്നൂരാണ് അവള് PG ചെയ്യുന്നത്. പയ്യന്നൂരെത്തും എല്ലാ ദിവസവും പോയി വരുക. രാവിലെ 5 മണിക്കൊക്കെ ഇറങ്ങും, വൈകിട്ട് 10 മണിക്കൊക്കെ തിരിച്ചു വരും. അവൾക്കൊരു 3 വയസ്സുള്ള മോളുണ്ട്. അതുകൊണ്ട് ഇവള് ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല, കാരണം എല്ലാ ദിവസവും പോയിട്ട് വരും. കുട്ടിയെ നോക്കാനുള്ളത് കൊണ്ട്. അപ്പൊ ഇവളുടെ ഒരു ദിവസം ഏകദേശം ബസ്സിലോ ട്രെയിനിലൊക്കെ ഇരിക്കും. ഇവള് പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു. ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയല്ലേ പഠിപ്പിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് സങ്കടമായി. കാരണം ഇവളുടെ ഒരു ദിവസമല്ലേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവളുടെ മോളുടെ കഥകൾ കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല. അവളുടെ മോൾക്ക് വേണ്ട സമയം കൊടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവർക്ക് സങ്കടമായി. അവളിങ്ങനെ കൈമറിച്ചിട്ട് ഇങ്ങനെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇവള് തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഇവൾ കരയാൻ തുടങ്ങി. അപ്പൊ ഒരാളിങ്ങനെ വന്നിട്ടേ അവളുടെ മെല്ലെ വന്നിട്ട് അവളെ ഇങ്ങനെ തൊട്ടു. എന്നിട്ട് പുറത്തിങ്ങനെ ഒഴിഞ്ഞു. അവളിങ്ങനെ പിടിച്ചിട്ട്
ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരാൾ. അയാൾക്ക് മനസ്സിലായി അവളിങ്ങനെ മെല്ലെ നോക്കുമ്പോൾ ആരായിരുന്നു എന്നറിയാം, ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ. ആ ടീച്ചറെ ആ കുട്ടി ഒരിക്കലും മറക്കില്ല അല്ലേ? ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലപ്പോൾ മറക്കും, പക്ഷെ ആ മൊമെന്റ് ഒരിക്കലും മറക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ടാവും, നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാൽ കുറേ കുഴപ്പങ്ങളുണ്ടാവും അല്ലേ? പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യന് അയാളുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയലാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയിലാണ്. അപ്പോഴേ നമുക്ക് മനുഷ്യനെ വെൽക്കം ചെയ്യാൻ കഴിയുള്ളൂ, സ്വീകരിക്കാൻ കഴിയുള്ളൂ അല്ലേ? 800 കോടി മനുഷ്യന്മാരുള്ള ലോകമാണെന്ന് പറഞ്ഞില്ലേ? അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എത്ര കുറച്ച് മനുഷ്യന്മാരായിരിക്കും അല്ലേ? നമ്മുടെ വീടിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നൊരു വീടില്ലേ, ആ വീട്ടിൽ എത്ര കുറച്ച് മനുഷ്യന്മാരേ ഉള്ളൂ? 800 കോടി മനുഷ്യന്മാരുള്ള ലോകത്ത് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ എത്ര കുറച്ചാണ്. ആ മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ കഴിയും. വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ശാന്തമായി ഉണരാനുള്ള രണ്ടാമത്തെ മരുന്നതാണ് നമ്മുടെ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കണ വിലയാണ്. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ളൊരു പഠനമുണ്ട്, ഒരു പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുക, കുറേ മനുഷ്യന്മാരിലൂടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുക, സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ആ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ ഇപ്പം ആകെ 20 ആളുകളെ ജീവിച്ചിരിപ്പുള്ളൂ. 940കളിൽ തുടങ്ങിയ പഠനമാണ്. 940കൾ മുതലുള്ള കുറേ മനുഷ്യന്മാർ, അത് വലിയ പൈസക്കാരായ ആളുകളുണ്ട്, വലിയ മത നേതാക്കളുണ്ട്, അതുപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ദരിദ്രരുണ്ട്, സാധാരണക്കാരുണ്ട്, കൂലിവേല ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാരെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ആകെ 20 ആളുകളെ ബാക്കിയുള്ളൂ. അതിന് നേതൃത്വം കൊടുത്തതോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവർക്കിപ്പോൾ ഒന്നിനും കഴിയില്ല, പക്ഷെ കുറച്ച് ആളുകൾ 10 ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, അവർക്ക് ബാക്കിയുള്ള മനുഷ്യർ. പക്ഷെ ആ പഠനം എന്താണെന്നറിയോ? മനുഷ്യന്മാർക്ക് ശരിക്കും സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്താണ് സമാധാനത്തിനുള്ള വഴി? പൈസയാണോ, സൗകര്യങ്ങളാണോ, വലിയ വീടാണോ, അതല്ലെങ്കിൽ അതുപോലെയുള്ള സൗകര്യങ്ങളോ, ജീവിതത്തിൽ കിട്ടുന്ന പ്രിവിലേജോ, ഇതൊക്കെയാണോ? എന്താണ് മനുഷ്യന് അടിസ്ഥാനപരമായി ഉള്ളിലൊരു സമാധാനം അനുഭവിക്കാനുള്ള വഴി എന്താണ്? ഒരു കണ്ടെത്തി എന്താണെന്നറിയോ? നമുക്കുള്ള മനുഷ്യന്മാരില്ലേ, ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങളെ ഊഷ്മളമായി കേടുപറ്റാതെ ഒരാൾ എത്ര കണ്ട് അതൊക്കെ നിലനിർത്താനും കേടുപറ്റാതിരിക്കാനും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്രയുമാണ്. അതാണ്, അങ്ങനെയുള്ളവർക്കാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക. ഞാൻ പറയണല്ലോ, കഴിഞ്ഞ 70-ലേറെ കൊല്ലമായി ഒരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവേയിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുന്ന ആ ചെറിയ വീടില്ലേ, അല്ലെങ്കിൽ ആ വലിയ വീടില്ലേ, ആ വീടിൻ്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലേ, 4-5 മനുഷ്യന്മാരല്ലേ ഉള്ളൂ അല്ലേ? അവർ സമാധാനത്തോടെ ജീവിക്കണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ ചെയ്യണം. നമ്മൾ ചെടി നനക്കുമ്പോൾ എവിടെയാണ് വെള്ളം ഒഴിക്കുക? എവിടെ ഒഴിക്കുക? ഇലയിലാണോ? എവിടെ നനയ്ക്കുക? അടിയിൽ. ചെടിക്ക് വെള്ളം നനക്കുമ്പോ എവിടെയാണ് വെള്ളം നനയ്ക്കുക? ഇലയിലാണോ, പൂക്കളിലാണോ, എവിടെ? വേരില്, മണ്ണിലാണ്. മണ്ണിൽ നനയ്ക്കുന്നത് എന്തുകൊണ്ടാ? മണ്ണിൻ്റെ ഉള്ളിലാണല്ലോ വേര് അല്ലേ? ഈ ചെടിക്ക് കാരണക്കാരായ ആളുകളെ കാണുന്നില്ല, ഒരു ഉള്ളില അല്ലേ? പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട്. പൂവിന് മനസ്സിലാവില്ല വേരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്,
എന്നിട്ടോ കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല അല്ലേ? ചെടി നനയ്ക്കുമ്പോൾ എവിടെയാ നനയ്ക്കുക? ഞാൻ ഈ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോളൂ കേട്ടോ. ഇനി ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആശയമാണ്. അതുകൊണ്ടാ ചെടി നനയ്ക്കുമ്പോൾ എവിടെയാണ് വെള്ളം നനയ്ക്കുക? വേരിലാണ് വെള്ളം നനയ്ക്കുക. വേരിൽ വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ്? അത് ഇലയിലെത്തും, പൂക്കളിലെത്തും, മൊട്ടിലെത്തും, തണ്ടിലെത്തും, എല്ലായിടത്തും എത്തും. ഒരാൾ പൂക്കളിലാണ് വെള്ളം നനയ്ക്കുന്നതെങ്കിലോ അതെവിടെ എത്തൂല, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പോലൊരു കാര്യം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും, തുള്ളിപ്പോവും ഇല്ല. വേരിൽ വെള്ളം നനച്ചാൽ എല്ലായിടത്തും എത്തും. ഈ വേരാണ് നേരത്തെ പറഞ്ഞ 5 ആളുകളില്ലേ അല്ലേ? ആ വീട്ടിലെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന 3 ആളുകളോ 5 ആളുകളോ 10 ആളുകളോ 6 ആളുകളോ 2 ആളുകളോ ഇല്ലേ? നമ്മുടെ കുടുംബമില്ലേ? അതാണ് നമ്മുടെ വീട്. അവിടെ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എവിടെയും സമാധാനം കിട്ടാൻ പോണില്ല. എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനം ഇല്ല എങ്കിൽ എനിക്കിതും പിടിച്ചുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായി ഇരിക്കാനും കഴിയും. ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയില്ല, ഒരു എഞ്ചിനീയർക്ക് അയാളെ കാര്യം ചെയ്യാൻ കഴിയില്ല, ഒരു മാഷിന് നന്നായി പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഭരണാധികാരിക്ക് നന്നായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ കഴിയില്ല, ഒരു ഡോക്ടർക്ക് അയാൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഒന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ടേ ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം, ഞാൻ എൻ്റെ ശ്രദ്ധയിലെ ഏറ്റവും നല്ല ശ്രദ്ധ, ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹം, അതാണ് എൻ്റെ വെള്ളം. ആ വെള്ളം കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? എൻ്റെ വേരിനാണ്. പക്ഷെ ഞാനെന്ന ചെടിക്ക് വേര് മാത്രമൊന്നുമില്ല, വേറെ പലതുണ്ട്. പൂക്കളുണ്ട്, ഇലകളുണ്ട്, തണ്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ചങ്ങാതിമാരുണ്ട്, കൂട്ടുകാരുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, പിന്നെ അയൽക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഓരോരോ സംഘടനകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ചെടിക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ വേരുണങ്ങിയാൽ, എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയില്ല, എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല, എനിക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകാനോ സാമൂഹിക ജീവിയാകാനോ കഴിയില്ല. ഒരു വർഷം അവസാനത്തിൻ്റെ തുമ്പിൽ നിൽക്കുന്ന ദിവസം, ഒരു വർഷം അവസാനിച്ച് അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ പിന്നെയും ആലോചിക്കേണ്ടത് നമ്മുടെ വേരെന്തായി എന്നുള്ളത്. പൂക്കളെന്തായി എന്നല്ല, ചെടികളെന്തായി എന്നല്ല. നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതം മടുത്തിട്ടുണ്ടോ? നമ്മൾ കാരണം സമാധാനം പോയിട്ടുണ്ടോ? നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതത്തോടെ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ബൈബിള് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റി, ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യണം? അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ? വേണ്ടടാ, കൂടുതൽ സ്നേഹിക്കുക. ബൈബിളിൻ്റെ വാക്യമാണ്, എന്ത് രസമുള്ള വാക്യം. എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക. പശ്ചാത്താപമാണ്, പരിഹാരമാണ്. ഒരു വർഷത്തിൻ്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം, നമ്മുടെ വേര് എന്തായി? പൂക്കളൊക്കെ അടിപൊളിയാ, ഇലയും അടിപൊളിയാ, ഒക്കെ അടിപൊളിയാ, പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ വേരെന്തായി? നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട്? പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കാറുള്ളത് അമ്മയെക്കുറിച്ചാണ് അല്ലേ? ഒരു വീട്ടിലെ അമ്മ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ, ഇതൊക്കെയാണ് പറയുക. പലപ്പോഴും ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരാളാണ്, ചരിത്രത്തിൽ നിന്ന് തന്നെ മറഞ്ഞു പോകുന്ന ഒരാളാണ് ആര്? അച്ഛൻ. അച്ഛനെവിടെ ഇല്ലല്ലോ. നമ്മുടെ ബന്നമാഷ് പോയോ ഇവിടെ? ബന്നമാഷിൻ്റെ കഥകളുടെ ഒരു ഓഡിയോ വേർഷനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കഥകൾ അദ്ദേഹം ഓഡിയോ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ കേട്ടൊരു കഥയുണ്ട്.
വായിച്ചതല്ല, കേട്ടതാണ്. നമ്മുടെ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ വരൂ അരികിലിരിക്കും. മാഷിക്ക് എന്താ തോന്നിയ വായിച്ചപ്പോൾ? അസാധ്യമായൊരു സ്റ്റോറി കേട്ടോ. ഒരച്ഛനാ, ഒരു വീട്ടിൽ ഇങ്ങനെ അനാഥനാകുന്ന ഒരു അച്ഛനെ കുറിച്ചാണ്. അയാൾ കുറേ കാലം ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ച് അങ്ങനെ 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 അയാളുടെ ചോരയും നീരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പതുക്കെ പതുക്കെ അയാൾ ഇങ്ങനെ ആ വീടിൻ്റെ മൂലയിലാവും. അതാണ് സ്റ്റോറി. ആ കഥയുടെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് പുരുഷൻ. ഈ പ്രപഞ്ചത്തിലെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയാണ് കേട്ടോ, അല്ലെങ്കിൽ വാപ്പയെയാണ് കേട്ടോ. എന്താണ് കഥകാരന് അവസാനം പറയാ? പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ്. മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ട. മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു ദിവസം, പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മാറി മൂലയിലിരിക്കുന്നത് പോലെ അയാൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഉള്ളിലെ സ്നേഹം പോലും മക്കളോട് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, ഉള്ളിലെ സങ്കടങ്ങൾ ഒരാളോടും പറയാതെ, പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും ഒരാളോട് ഷെയർ ചെയ്യാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യന്മാരാണ് പൊതുവെ അച്ഛന്മാർ. അല്ലേ? ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഒരു പാചക മത്സരമാണ്. അപ്പോൾ ഒരു കുട്ടി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളൊരു പാത്രം ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം. ചെറിയ സമയം കൊണ്ടാണ് പാചകം ഉണ്ടാക്കുന്നത്. 1 മിനിറ്റൊക്കെ കൊടുത്തിട്ടാണ്, 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പാചകം. അപ്പോൾ ഈ പാത്രം തുറക്കാൻ പറ്റുന്നില്ല. അവൾ ഓടുന്ന എങ്ങോട്ടാ? അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ അവിടെ കൂടി നിൽക്കുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യനിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി ഓടി അണയാൻ കഴിയുന്ന ഒരു ചൂടുണ്ടെങ്കിൽ അവൾക്കറിയാം, നിരുപാധികം എന്നെ സ്വീകരിക്കുന്ന മനുഷ്യൻ. അല്ലേ? നമ്മളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അപ്പയില്ലേ? അപ്പ നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയില്ലേ? ഇവിടെ എന്താ പറയാ? കമ്മ്യൂണിസ്റ്റ് അപ്പ. പണ്ട് കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വളരെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നു. അതുപോലെ പെട്ടെന്ന് വ്യാപിച്ചിരുന്ന ഒരു ചെടിയായിരുന്നു എന്ത്? അപ്പ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പേരിട്ട്. ശരിക്കും അതിൻ്റെ നിറം എന്താണ്? ചുവപ്പല്ല, എന്താണ്? പച്ചയാണ്. ഈ അപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമുക്ക് അറിയാലോ അല്ലേ? പെട്ടെന്ന് മുറിയൊക്കെ ആയാൽ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ മുറിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. പെട്ടെന്ന് കിട്ടുന്ന പച്ചമരുന്നാണ് അല്ലേ? എന്ത്? അപ്പ. എന്താണ്? അപ്പ. ക്രൈസ്തവര്, ക്രിസ്ത്യൻ സഹോദരങ്ങള് അവരുടെ വീട്ടിലുള്ള അച്ഛനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? അപ്പ. നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളില്ലേ, അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ വീട്ടിൻ്റെ ഉള്ളിലെ പച്ചമരുന്നിൻ്റെ പേരാണ് അപ്പ. അപ്പ അപ്പ. ആ വിളിയുടെ അകത്ത് പോലും ഒരു പച്ചമരുന്നിനുള്ള ക്ഷണപത്രമുണ്ട്. അപ്പ അപ്പ. ബൈബിളിലെ ദൈവത്തിന് പറയുന്ന പേര് പോലും എന്താ? അപ്പൻ എന്നാണ്. അപ്പ, ഫാദർ എന്നാണ്. അതിന് കൊടുക്കാവുന്ന ഏറ്റവും മോശം അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ. പിതാവ്. ആരെങ്കിലും അങ്ങനെ വിളിക്കുക? പിതാവേ എന്ന് വിളിക്കും, വാപ്പച്ചി എന്ന് വിളിക്കും. നിങ്ങളൊക്കെ എന്താ വിളിക്കുക? വാച്ചി എന്നല്ലേ ഇവിടെ വിളിക്കുക അല്ലേ? നിങ്ങളുടെ ഈ ഏരിയയിൽ വാച്ചി എന്നാണ്. എന്ത് രസമുള്ളൊരു വിളിയാണതില്ലേ? വാച്ചി. വാപ്പച്ചിയാണ്. അപ്പാ പോയി, വാച്ചി. അപ്പച്ചി എന്ന് വിളിക്കുന്നത്, അപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. ആ വിളിയിൽ ഏറ്റവും രസമുള്ള വിളിയാണ് അപ്പ. കാരണം അതിനകത്ത് ഇതുണ്ട്. പക്ഷേ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ പച്ചമരുന്ന് പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങിപ്പോയി. ആർക്കും വേണ്ട. വാർദ്ധക്യമൊക്കെ എത്തുന്നതോടുകൂടി ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടാവണ ഒരരക്ഷിതത്വമുണ്ട്.